ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു ചക്ക ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ളൊരു താത്ത തന്നാണ്. അപ്പോൾ അതിനെ കൊണ്ടൊരു തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ചെറുപയർ ഞാനൊന്ന് കുക്കറിലിട്ട് വേവിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതിയാവും. ഇനി ഈ ചക്കയെല്ലാം നല്ലോണം വെട്ടി ക്ലീൻ ആക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 വിസിലാണ് ചക്ക ശരിക്ക് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു സമയത്ത് ഒരു മിക്സിയിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അപ്പം അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കണം ചെറുതായിട്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ ഉടഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളക് ഒന്ന് അതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ, പച്ചമുളക് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കാം. വൻപയറും ഉപയോഗിക്കും, ചെറുപയറും ഉപയോഗിക്കും. വൻപയർ പിന്നെ മുമ്പേ കുതിർത്ത് വെക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ചെറുപയറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുള്ളത് പോലെ ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്ക പയറൊക്കെ വേവിപ്പിക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വേവിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ ചെറിയൊരു കുറവ് പോലെ തോന്നി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഇറ്റിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിക്കാം. വെള്ളം ചക്ക വേവിച്ചതോ അല്ലെങ്കിൽ പയർ വേവിച്ചതോ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ കഞ്ഞിക്കൊക്കെ ഇങ്ങനെ ഒരു തോരൻ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ചക്കത്തോരൻ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ തയ്യാറാക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. താങ്ക് യു. ബൈ ബൈ.